പ്രേക്ഷകരെ ഒരിക്കലും വില കുറച്ച് കാണരുതെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. അപ്പൊ തെറ്റിദ്ധാരണകളേ ഇല്ല. ഈ പ്രേമത്തിലെ ക്യാരക്ടറിന് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് മറ്റേ അൽഫോൺസ് കഥ പറഞ്ഞ സമയത്ത് പറഞ്ഞു, ഇവര് സ്കൂളിൽ പോകുന്ന സമയത്ത് ഐസ് ഫ്രൂട്ട് വെക്കുന്ന ലോനപ്പൻ ഇവര് കോളേജിൽ എത്തുമ്പോഴത്തേക്കും കുറച്ചും കൂടി വളർന്ന് അവിടെ ക്യാൻറ്റീൻ റെന്റിനെടുത്തിട്ട് നടത്തുന്ന ലോനപ്പനായി. അതിന്റെ അടുത്ത സ്റ്റേജിൽ ഇയാൾ ഒരു ഹോട്ടൽ മുതലാളിയാണ്, 3 ഹോട്ടൽസ് ഉള്ള. അങ്ങനെ ആ സീൻസ് എല്ലാം എഡിറ്റ് ആയി പോയി. ലൂക്ക ചുപ്പി എന്ന് പറയുന്ന ആ ക്യാരക്ടർ വളരെയധികം സബ്സ്റ്റൻസ് ഉള്ള ക്യാരക്ടറായിട്ട് തോന്നി. പക്ഷെ എന്തുകൊണ്ടോ ആ സിനിമ ക്രിട്ടിക്കലി അക്ലെയിംഡ് ആയിരുന്നു, ബോക്സ് ഓഫീസ് ഹിറ്റ് ആയിരുന്നു. അത് എപ്പോഴെങ്കിലും ദിനേശ് ചേട്ടനെ ഒന്ന് നമുക്ക് നല്ല വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം അത് ഒരു പക്ഷെ അത് റിലീസ് ചെയ്ത ടൈമിന്റെ ഒക്കെ ഒരു പ്രോബ്ലം ആയിരിക്കാം. അന്ന് മലയാളത്തിൽ ഇത്രയും റിയലിസ്റ്റിക് പടങ്ങൾ ഇറങ്ങി തുടങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞ പണ്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡിൽ ഒരു പക്ഷെ മഹേഷിന്റെ പ്രതികാരമൊക്കെ മുതലാണ് ആളുകൾ ആ ട്രാക്കിലേക്ക് വീണത്. അതിനും മുമ്പ് വന്ന സിനിമയായി പോയത്. പറഞ്ഞാലും ദിനേശ് ചേട്ടനെ പറ്റി ആരും വിശ്വസിക്കാൻ ചാൻസ് ഇല്ലാത്തൊരു കാര്യം എന്താണ്? എന്തായിരിക്കും അത്? ഞാൻ മലയാള സിനിമയിലെ ഒരു അറിയപ്പെടുന്ന നടനാണെന്നായിരിക്കും. കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളത്തിൽ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന കുറച്ച് പേരുകളുണ്ട്. അപ്പോൾ നമ്മൾ ആ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ദിനേശ് ചേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ പേര്, ആ ടാഗ് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ താഴെ വരും. എനിവേസ്, കാസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു സാധനത്തിൽ നിന്ന് ഞാൻ തുടങ്ങാം. ഒരു ആ പ്രോസസ്സിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ നമ്മൾ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞൊരു സംഭവത്തിലാണ് തുടങ്ങുന്നത്. നമ്മുടെ സ്ക്രിപ്റ്റ് ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നമ്പർ ഓഫ് റൂൾസും ക്യാരക്ടേഴ്സ് ഒക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വണ്ടി ബ്രേക്ക് ഡൗൺ അല്ല, ബ്രേക്ക് ഡൗൺ ആവില്ല എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ശരിക്കും ദിനേശ് ചേട്ടൻ്റെ ആ ഒരു ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ പെരുമ്പാവൂരുള്ള ദിനേശൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ആര്യൻ എന്ന് പറഞ്ഞ സിനിമ കണ്ട് ഇൻസ്പയർഡ് ആയി ഡോൺ ആവാൻ വേണ്ടി ബോംബെയിൽ പോകുന്നതിന് മുമ്പുള്ള ഒരു നൊസ്റ്റാൾജിക് ടൈം. അപ്പോൾ നമുക്ക് ദൂരദർശൻ കറങ്ങട്ടെ. ഓക്കെ, അപ്പോൾ ആര്യനായിരുന്നു ശരിക്കും ഈ ബോംബെക്കുള്ള പോക്കിലേക്കുള്ള ഒരു ഇൻസ്പിറേഷൻ? അല്ല, ഇത് ഇപ്പോൾ ഈ ആര്യൻ കണ്ട് അധോലോകത്തിൽ ചേരാൻ വേണ്ടി ബോംബെയിലേക്ക് പോയി എന്നൊക്കെ പറയുമ്പോൾ പെർഫെക്റ്റ് ഒരു തള്ളു കഥയായിട്ട് നമുക്കത് തോന്നാം. ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു സാധ്യതയുണ്ട്. ഒരു ചെറിയ തള്ളലൊന്നും അല്ലല്ലോ ഇയാളെ തള്ളിയതെന്നുള്ളത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഞാനതൊരു വലിയ കഥയായിട്ട് പറഞ്ഞല്ല, അങ്ങനെ ഒരു വിഷ് മനസ്സിലുണ്ടായിരുന്നു. അറിഞ്ഞോ അറിയാതോ കയറി കൂടിയതാണ്. കാരണം ഈ ഹിന്ദി സിനിമയോടും ബോംബെയോടും ഒക്കെ തോന്നിയിട്ടുള്ള ഒരു ഫാസിനേഷൻ, ഹിന്ദി ഭാഷയോട് തോന്നിയിട്ടുള്ള ഒരു ഫാസിനേഷൻ. അപ്പോൾ ആ സമയത്ത് ഈ ഒരു പ്രീഡിഗ്രി കാലഘട്ടത്തിൽ കുറേ ഹിന്ദി സിനിമകൾ കാണുകയും അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വന്നപ്പോൾ നമുക്കിപ്പോൾ ചിലർ പറയില്ല എനിക്കിങ്ങനെ ഒരു അങ്ങനത്തെ ഒരു വിഷയമായിരുന്നു ബോംബെയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത്. പക്ഷെ അപ്പോൾ ആ സമയത്ത് ഒരിക്കലും ബോംബെയിൽ ചെന്നിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമെന്നല്ലെങ്കിൽ അങ്ങനെ ഒരു മോഹം മനസ്സിലില്ല. അപ്പോൾ പിന്നെ നമ്മളെ കൂടുതൽ ഫാസിനേറ്റ് ചെയ്യിച്ചത് ഇതാണ്. അതായത് ഈ ലാലേട്ടൻ്റെ ക്യാരക്ടർ ഇവിടെ ഒരു നിക്കക്കളി ഇല്ലാതെ ബോംബെ പോയിട്ട് പെട്ടെന്ന് അവിടെ ഡോൺ ആവുകയും നിസ്സാരം ഒരാളെ ഇടിച്ചു വീഴ്ത്തുന്ന ഒരൊറ്റ ഇൻസിഡൻറ്റിലൂടെയാണ് പുള്ളി അവിടെ മുച്ചേ മേരാ ചെയിൻ ചാഹിയെ എന്ന് പറഞ്ഞിട്ട് ഒരാളെ മാല പൊട്ടിച്ചുകൊണ്ട് വന്ന ഒരാളെ ഇടിച്ചു വീഴ്ത്തുകയാണ്. അപ്പോൾ അതോടുകൂടി പുള്ളിനെ അവിടെ ആൾക്കാർ തോളത്ത് ഏറ്റിട്ട് കൊണ്ട് നടക്കണം. അപ്പോൾ അതിങ്ങനെ ഒരു ചെറിയൊരു ഇതായിട്ട് മനസ്സിലുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അത് വീട്ടിൽ പറഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് ബോംബെയിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അല്ല, ബോംബെയിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു പ്രഥമ ലക്ഷ്യം. ബോംബെയിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുമെന്ന് ഉള്ളിലൊരു സാധനം. ബോംബെയിൽ എന്ന് വെച്ചാൽ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാതെ ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോഴാണ് എൻ്റെ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞിട്ട് ബോംബെയിലേക്ക് പോകുന്നത്. അപ്പോൾ അതൊരു കാരണം വെച്ചിട്ട് ഞാൻ ഫോഴ്സ്ഫുള്ളി ബോംബെയിലേക്ക് പോവുകയാണ്. അതായത് ഒരു വീട്ടുകാർ പഠിത്തം കണ്ടിന്യൂ ചെയ്യാൻ പറയുമ്പോൾ ഞാനത് ബ്രേക്ക് ചെയ്തിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പം പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ മാത്രമുള്ളൊരു മോഹമാണ് ഇത്. അവിടെ ചെന്നാൽ എങ്ങനെയെങ്കിലും ഒരു ഗ്യാപ്പിന് ആരെങ്കിലും ഇടിച്ച് വീഴ്ത്തിയാൽ അവിടെ ഒരു ചെയിൻ ചാഹിയെ പറഞ്ഞാൽ അങ്ങനെ ആയാലോ, ശരിക്കും ബിരിയാണി കൊടുക്കണമെങ്കിലോ എന്ന് പറഞ്ഞ പോലെ. ഞാൻ ശരിക്കും ഇതിപ്പോൾ ഒരു മഴയുള്ള സമയമാണ്, നമ്മളൊരു മഴയുള്ള ടൈമിലാണ് ഇരിക്കുന്നത്. ശരിക്കും എല്ലാവർക്കും ഇങ്ങനെ നമ്മൾ പഴയ കാര്യം പറയുമ്പോൾ വളരെ നൊസ്റ്റാൾജിക് ആയിട്ട് പല കാര്യങ്ങളും ഓർമ്മ വരും. ഞാൻ അതുകൊണ്ടാണ് ആദ്യം പെരുമ്പാവൂർ എടുത്തിട്ടത്. ഈ ബോംബെക്കൊക്കെ മുമ്പ് അവിടെ ഒരു ടൈമുണ്ട്. തീർച്ചയായിട്ടും ബോംബെക്ക് മുമ്പും ഇപ്പോൾ ബോംബെയിൽ നിന്ന് വന്നിട്ടും പെരുമ്പാവൂർ തന്നെയാണ്. അപ്പോൾ ഈ പെരുമ്പാവൂർ ദിനേശൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആനയുടെ പേരാണ് തോന്നും ചിലപ്പോൾ. ഇപ്പോൾ ഈ പെരുമ്പാവൂർ എന്ന് പറഞ്ഞാൽ ശരിക്ക് എൻ്റെ ബാല്യകാലം പെരുമ്പാവൂരിനടുത്ത് പുല്ലുവഴി എന്ന് പറയുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ സ്കൂൾ വിദ്യാഭ്യാസം അവിടെയായിരുന്നു. അപ്പോൾ
പറഞ്ഞ പോലെ എനിക്ക് ഈ കുട്ടിക്കാലത്ത് കാര്യമായിട്ട് ഈ കലാപരമായിട്ടുള്ള താല്പര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു സ്പോർട്സ് പ്രേമിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ക്രിക്കറ്റിനോടായിരുന്നു ഫാസിനേഷൻ. അപ്പോൾ സ്കൂൾ കാലഘട്ടത്തിൽ എന്തൊരു അവധി കിട്ടിയാലും നമുക്ക് സ്കൂള് ഇപ്പോൾ സമരം, രാവിലെ സ്കൂളിൽ ചെല്ലുമ്പോൾ സമരമാണെങ്കിൽ അപ്പോൾ തന്നെ ക്രിക്കറ്റ് കളിക്കാൻ പോകും. അതാണ് ആനുവൽ ഡേ, യൂത്ത് ഫെസ്റ്റിവൽ എന്ത് വന്നാലും നേരെ ക്രിക്കറ്റ് കളിക്കാൻ പോകാം. ശനി ഞായറും ക്രിക്കറ്റ് കളിക്കാൻ പോകാം. അപ്പോൾ ക്രിക്കറ്റ്. അപ്പോൾ സിനിമ കാണുന്നുണ്ട്, പക്ഷേ അതിനോട് അങ്ങനെ ഒരു ഭയങ്കര ഫാസിനേഷൻ വന്നിട്ടില്ല. അങ്ങനെ എനിക്കൊരു ഹൈസ്കൂൾ കാലഘട്ടത്തിലാണ് ഈ ചെറുതായിട്ട് ഫാസിനേഷൻ മിമിക്രിയോട് തോന്നുന്നത്. അതിന് ഈ ജയറാമേട്ടൻ്റെയൊക്കെ മിമിക്രിയൊക്കെ കണ്ട് അപ്പോൾ ഞാൻ പെരുമ്പാവൂരിന് അടുത്ത് തന്നെ മൂവാറ്റുപുഴ അബീക്ക, നമ്മുടെ ഷെയ്ൻ്റെ ഫാദർ മരിച്ചു, പുള്ളി ഒരു ഗംഭീര മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു. നമുക്ക് അബീക്കയുടെ ഒരു പ്രോഗ്രാം കണ്ടപ്പോഴാണ് ഇങ്ങനെ എന്തുകൊണ്ട് നമുക്ക് മിമിക്രി ചെയ്ത് കൂടാന്ന് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു കലാഭവൻ്റെ പഴയ കാസറ്റ് എടുത്തിട്ട് കണ്ടിട്ട് അതിലെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ പഠിക്കുകയാണ് എങ്ങനെ മിമിക്രി ചെയ്യാം. അപ്പം അന്ന് ഇതിനെ പഠിപ്പിക്കാനുള്ള പരിപാടികളൊന്നും ഇല്ലല്ലോ. നമ്മൾ സ്വയം പഠിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ പോയി ശിഷ്യപ്പെടുക, ഇത് 2 വഴികളുള്ളൂ. അപ്പോൾ ഇവന് എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞവൻ സന്തോഷം, അവന് കുറച്ച് വേറൊരു മിമിക്രി ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു പരിചയമുണ്ട്. അപ്പോൾ അവനാണ് ഫുൾ ധൈര്യം തന്നെ, നമുക്ക് 2 പേർക്കും കൂടി ചെയ്യാം, നമുക്കിത് കൂളായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്, ഭയങ്കര കോമഡിയാണ്, നീ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ഞങ്ങളൊരു അറ്റംപ്റ്റ് ഞങ്ങളുടെ നാട്ടിലെ അമ്പലത്തിൽ ആദ്യം നടത്തുകയാണ്. പക്ഷെ അതൊരു സമ്പൂർണ്ണ പരാജയമായിരുന്നു. അന്ന് അളിയനുണ്ടായിരുന്നു തോന്നുന്നു. അതെ, അളിയനൊക്കെ ഇത് കാണാൻ വേണ്ടി ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ഒരു കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന തമാശകൾ ഓർത്ത് നമ്മൾ തന്നെ ചിരിച്ചു ആദ്യം. അപ്പോൾ ഈ താഴെ ഇരിക്കുന്ന ഓഡിയൻസ് പറയേണ്ട, എടാ നിങ്ങൾ ചിരിക്കാതെ പറ എന്ന് പറയുന്നത്, എന്നാലും അവർക്ക് ചിരിക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ തന്നെ അത് ആലോചിച്ച് അവിടെ നിന്ന് അവതരിപ്പിക്കുന്ന ചിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു പരാജയത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ അങ്ങനെ ഈ അമ്പലപ്പറമ്പുകളും ഓണാഘോഷത്തിനൊക്കെ ഈ കവലയ്ക്കൊക്കെ കലാമത്സരങ്ങൾ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ പങ്കെടുത്ത് ചെറുതായിട്ട് മോണോ ആക്ട്, മിമിക്രിയൊക്കെ. അന്നൊന്നും ഇത് ഒട്ടും ഇതിലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയല്ല, പക്ഷേ 2 കൽപ്പിച്ച് അങ്ങ് പങ്കെടുക്കുകയാണ്. അങ്ങനെയാണ് പയ്യെ ഇതിനോടൊരു താല്പര്യം ജനിക്കുന്നത്. ഞാൻ പറയും നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുള്ള കലാമത്സരങ്ങളിൽ പങ്കെടുക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നാണ് ഞാൻ ബോംബെക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഈ ദൂരദർശനും പെങ്ങളുടെ കല്യാണം, ഈ 2 ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ ശരിക്കും ബോംബെ പോസിബിൾ ആവുമായിരുന്നു തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം എന്നെപ്പോലെ ഒരാൾക്ക് ഇപ്പോൾ പെരുമ്പാവൂർ ജനിച്ചു വളർന്ന ഒരാൾ എങ്ങനെ ബോംബെക്ക് പോകും, അല്ലെങ്കിൽ എന്തിന് ബോംബെക്ക് പോകും? അതും ഒരു പ്രീ ഡിഗ്രി വിദ്യാഭ്യാസമുള്ള ഒരാൾ ഒരിക്കലും ബോംബെക്കൊന്നും അങ്ങനെ പോകുന്നില്ലല്ലോ. ഭാഷ അറിയില്ല, അറിയാത്ത നാടാണ്, അവിടെ പരിചയക്കാരും ഇല്ല. അപ്പോൾ ഈ ദൂരദർശൻ ഒരു വലിയ വഴിത്തിരിവായിരുന്നു ഈ ഹിന്ദിയിലേക്കുള്ള ഫാസിനേഷൻ. കാരണം ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV വീട്ടിൽ വന്നപ്പോൾ അതിലുണ്ടായിരുന്ന ഈ സീരിയൽസും പ്രോഗ്രാംസും, അത് റൈറ്റ് ഫ്രം ഈ മഹാഭാരത രാമായണമൊക്കെയാണ് അതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞത്. അപ്പോൾ രാവിലെ ഞായറാഴ്ച ഈ ലോക്ക്ഡൗൺ പീരീഡിൽ അത് വീണ്ടും അവർ പ്ലേ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത് കാണുമ്പോൾ ഒരു ഭയങ്കര ശരിക്കുള്ള നൊസ്റ്റാൾജിക് ഓർമ്മ വരുന്ന അപ്പോഴാണ്. അപ്പോൾ ആ നൊക്ലാഞ്ചിയിൽ വരുന്ന ഈ സീരിയൽസ് ഉണ്ട് ദൂരദർശനിൽ വരുന്ന, ബുനിയാദ്, നുക്കട്, ഹംറാഹി, ഷാറൂഖിന്റെ സർക്കസ്, ഒക്കെയുള്ള തമസ്, ദീപാ സാഹിയും നമ്മുടെ ഓംപുരി ഒക്കെയുള്ള, അതെ ഭയങ്കരമായിട്ടുള്ള അതൊക്കെ ഭയങ്കര ക്ലാസ് വർക്കുകളാണൊക്കെ. അപ്പോൾ ഇതെല്ലാം കണ്ട് ചിത്രഹാർ, ചിത്രഗീത്, ഇതെല്ലാം കണ്ട് ഭയങ്കര ഒരു ബോളിവുഡ് ഫാസിനേഷനിലേക്ക് വന്നു. ബോംബെ എന്ന നഗരം ഡോൺ ആവാൻ ചെന്നതാണെങ്കിലും യു ഹാവ് ഡൺ ദി റൂൾ ഓഫ് ഒരു ന്യൂസ് പേപ്പർ ബോയ്, ഒരു വെയിറ്റർ, കൊറിയർ സർവീസ് കിട്ടിയിട്ട് ജാക്കി ഷ്രോഫിന്റെ അടുത്ത് കാണാൻ പോയ കഥയൊക്കെ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും. അല്ല, അത് ഈ പറഞ്ഞ പോലെ ആദ്യം ഭാഷ പഠിക്കാൻ വേണ്ടി ഒരു മെഡിക്കൽ ഷോപ്പിലാണ് സെയിൽസിൽ നിന്നത്. അതിനുശേഷം പിന്നെ ഒരു ഹോട്ടൽ വെയിറ്ററായിട്ട്, പിന്നെ അവിടെ നിന്നൊരു ലോറി കമ്പനിയിൽ, പിന്നെ അവിടെ നിന്നൊരു നമ്മുടെ എന്താ പറയുക കൊറിയർ സർവീസിൽ, അങ്ങനെ കുറേ ജോബ്സ് ഒരു ന്യൂസ് പേപ്പറിലൊക്കെ വർക്ക് ചെയ്തു. അപ്പോൾ ഓരോ ജോബും ഓരോ കൈൻഡ് ഓഫ് ഫാസിനേഷൻസ് ആയിരുന്നു. കാരണം എനിക്ക് കൃത്യമായിട്ടൊരു ജോബ് അറിയില്ലല്ലോ, ജോബുകളൊന്നും പഠിച്ചിട്ടുമില്ല. വേറെ കൃത്യമായിട്ട് ഇപ്പോൾ അക്കൗണ്ട്സ് ചെയ്യാനായിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ ഒന്നും ഗ്രാജുവേഷൻ പോലും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ജോലി കിട്ടിയാലും ചെയ്യാമെന്നുള്ളതാണ് നമ്മളുടെ ഒരു ആ സമയത്തെ ചങ്കൂറ്റം. ആ ചങ്കൂറ്റത്തിൻ്റെ ഒരു ഹെയ്റ്റ് എന്ന് പറയുന്ന അവസാനം ഞാനവിടെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായി. അതൊരു എക്സ്പീരിയൻസ്. കൊറിയർ കമ്പനി ഒരു എക്സ്പീരിയൻസ്. അന്ന് കൊറിയർ കമ്പനിയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ പോലെ ഒന്നും ചിന്തിക്കാനുള്ള ഒരു വിവരം ഒന്നും ഇല്ലല്ലോ. അതിപ്പോൾ ഇന്നും വിവരം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ പറഞ്ഞത് ഈ കൊറിയർ വന്നപ്പോൾ, ഇങ്ങനെ ഒരാളുടെ പേരിൽ കൊറിയർ വന്നപ്പോൾ എൻ്റെ വിചാരം ഈ കൊറിയർ ഇദ്ദേഹമാണ് ഏറ്റവും വാങ്ങുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. നേരിട്ട് കയ്യിലോട്ട് വാങ്ങുന്നു എന്നുള്ളത്. പക്ഷെ അന്ന് മൊബൈലും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫോട്ടോ എടുക്കുന്നതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. നേരിട്ട് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് കാണുക, ഒന്ന് ചിരിക്കുക, കൊടുക്കുക എന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ അതും എൻ്റെ ഒരു ഏരിയയിലല്ല അത് വരുന്നത്. എന്നിട്ട് ഞാൻ അതിന് വേണ്ടി പോയി. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഇത് അവൻ്റെ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് പോലും നമുക്ക് കയറാൻ സാധിക്കില്ല എന്ന് മനസ്സിലായത്. പുറമേ ഉള്ളൊരു സെക്യൂരിറ്റി ക്യാമറസ് തന്നെ അത് വാങ്ങിച്ച് പോകും. ലോറിയിൽ പോയതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലോറി പല സ്ഥലങ്ങളിലൂടെയും ഈ ഗുഡ്സ് ഡെലിവറിക്ക് പോകും, മഹാരാഷ്ട്രയുടെ ഇൻറ്റീരിയർ പാർട്സിലൂടെ. അതിനോടൊപ്പമൊക്കെ സഞ്ചരിച്ചുകൊണ്ടാണ് ഈ ഭാഷ കുറച്ച് മനസ്സിലാക്കാൻ പറ്റിയത്.
ബോംബെ സിറ്റിയിലുള്ള ഹിന്ദി അല്ലാതെ ഇൻറ്റീരിയേഴ്സിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതലും മറാഠി ആയിരിക്കും അവർ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ഈ MIDC എന്ന് പറഞ്ഞിട്ട് മഹാരാഷ്ട്ര ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അതിൻ്റെ ഈ ഇപ്പോൾ നമ്മുടെ കിൻഫ്ര കറക്റ്റ് ഞാൻ പറയുന്നത് അതുപോലത്തെയാണ് ഈ MIDC എന്ന് പറയുന്നത്. അപ്പോൾ അത് മഹാരാഷ്ട്രയുടെ താനെ ഡിസ്ട്രിക്റ്റിലൊക്കെ ഇൻറ്റീരിയേഴ്സിൽ കുറേ ഉണ്ട്. അവിടെയാണ് ഈ ഫാക്ടറീസും കംപ്ലീറ്റ്, ചെറിയ ചെറിയ കെമിക്കൽ ഫാക്ടറീസ് അതൊക്കെ, അങ്ങോട്ടൊക്കെ ഗുഡ്സ് ഡെലിവറി ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമ്മൾ ട്രാവൽ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു ട്രാവൽ ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് പലതരം ആളുകൾ, അവരുടെ സംസാരങ്ങൾ, അവരുടെ രീതികൾ, അവർ ബിഹേവ് ചെയ്യുന്ന രീതികൾ, അതിൽ മാനേജർ മുതൽ ലോക്കൽ ആൾ മുതൽ വലിയ ഹയർ അതോറിറ്റി വരെ ഉണ്ടാവും. അപ്പോൾ ഈ കൊറിയർ സർവീസും ഈ ലോറി കമ്പനിയും ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആളുകളും ഇതെല്ലാം ആയിട്ട് ഇടപഴകി കഴിയുമ്പോൾ എന്നോട് പിൻകാലത്ത് ഒരാൾ ചോദിച്ചു, നിങ്ങൾ മറ്റേ സ്കൂൾ ഓഫ് ഡ്രാമയാണോ അല്ലെങ്കിൽ മറ്റേ ഇതാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് സ്കൂൾ ഓഫ് ഡ്രാമയാണ്, ഇതായിരുന്നു എൻ്റെ സ്കൂൾ ഓഫ് ഡ്രാമ. എൻ്റെ ലൈഫ് തന്നെയാണ്. അതെ, അപ്പോൾ ഇങ്ങനെയുള്ള പല സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുകൊണ്ട് നമുക്ക് അവിടെ നിന്നൊക്കെയുള്ള ആളുകളുടെ ബിഹേവിങ് പാറ്റേണും അവരെങ്ങനെയാണ് നമ്മളോട് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അവരുടെ രീതികൾ എന്തൊക്കെയാണ്, ഇത് നമുക്ക് ഇങ്ങനെ ഒരു അറിയാതെ ഒരു ഒബ്സർവേഷനിലേക്ക് ഫീഡായിക്കൊണ്ടിരുന്നത്. ഞാൻ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് പോവാണ്. കാരണം ഡോൺ ആവാൻ ചെന്ന് ബോംബെയിൽ ചെന്ന് പെടുന്ന ദിനേശ് പ്രഭാകർ ഇന്ന് ആമസോൺ പ്രൈമിൽ ഡോങ്ക്രി ടു ദുബായ് എന്ന് പറഞ്ഞ അഡാപ്റ്റേഷനിൽ വരദരാജ മുതലയാറായിട്ട് അഭിനയിക്കുന്നുണ്ട്. ദിനേശ് ചേട്ടാ, എനിക്കത് പറയുമ്പോൾ തന്നെ ഒരു രോമാഞ്ചമാണ്. എന്താ ആ ഒരു മൊമെൻറ്റിൽ, അതായത് നിങ്ങൾക്ക് ക്യാരക്ടർ വന്നു, അത് ചെയ്തു തുടങ്ങുന്നു, മേ ബി ഷോട്ടിൽ കയറി നിൽക്കുന്നു, ഇതൊന്നും റിമൈൻഡ് അടിച്ച് വന്നില്ല. അതായത് ഇതൊരു കംപ്ലീറ്റ് കർമ്മ സൈക്കിളായിട്ട് തോന്നിയില്ലേ? എനിക്കങ്ങനെ തോന്നി. കാരണം ഞാൻ ഇവിടെ മൂന്നാർ അപ്പുറത്ത് കാന്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഇവിടെ ഒരു റിസോർട്ടിൽ ഒരു 2 ദിവസത്തേക്ക് പോയതാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് എനിക്ക് കണ്ടിന്യൂസ് ഇങ്ങനെ ബോംബെയിൽ നിന്ന് ഒരു കോൾ വരുന്ന ഒരു കാസ്റ്റിംഗ് കമ്പനിയുടെ ഇങ്ങനെ ഒരു വെബ് സീരീസിൻ്റെ ഓഡീഷൻ. അപ്പോൾ ആ സമയത്ത് ഈ ഫാമിലി മാൻ എന്ന് പറഞ്ഞ വെബ് സീരീസ് കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് മേ ബി അത് കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഇങ്ങനത്തെ ഒരു ആംഗിളിൽ ഷൂട്ട് ചെയ്യണം, നിങ്ങളുടെ ഫേസിൻ്റെ ക്ലോസപ്പ് വെച്ചിട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ക്രിപ്റ്റ് വന്നു. അപ്പോൾ അത് പിന്നെ ഞാൻ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് മര്യാദയ്ക്ക് മൊബൈലിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ട് അയച്ചു കൊടുത്തു. അപ്പോഴാണ് പറഞ്ഞത് ഇത് ഓക്കെയാണ് ഡയറക്ടർക്ക് നിങ്ങൾ ഈ ക്യാരക്ടറിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ നിമിഷത്തിൽ ഞാനിത് ആലോചിച്ചു. ഞാൻ പണ്ട് അറിഞ്ഞോ അറിയാതെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ബോംബെയിൽ പോയിട്ട് എവിടെയെങ്കിലും ഒരാൾ ഇടിച്ച് പിടിച്ച് ഒരു ഡോൺ ആവണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. ഇത് എത്രയോ വർഷം കഴിഞ്ഞിട്ട് തിരിച്ച് ഡോൺ. അപ്പോൾ ഞാൻ സിനിമകളിലൊക്കെ കുറച്ച് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു എന്താ പറയുക, ഒരു അധോലോകോ അല്ലെങ്കിൽ ഒരു ഡോൺ ഷോ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. ഞാനത് ചെയ്യാനായിട്ട് അവിടെ പോയിട്ട് ഫസ്റ്റ് ഷോട്ട് എടുക്കാൻ വേണ്ടി നിന്ന സമയത്തും ഇത് ആലോചിച്ചു. ഇങ്ങനെ ഇതൊരു പക്ഷേ ഒരു ബൂമറാങ് കറങ്ങി തിരിഞ്ഞ് വന്നതുപോലെ വന്നതാവാം. അതായത് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, അപ്പോൾ ആ ആഗ്രഹം ഇങ്ങനെ നിറവേറി. അതായത് മറ്റത് ഞാൻ ഡോണായാൽ ഞാനുമായിട്ട് കണക്ട് ആവുന്ന ആൾക്കാർ മാത്രമേ അത് അറിയായിരുന്നുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഈ ഡോണായിട്ട് വരുന്നത് ഈ ആമസോൺ പ്രൈമിൽ വരുന്നത് കൊണ്ട് വേൾഡ് വൈഡുള്ള എല്ലാ മലയാളികൾക്കും കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു സന്തോഷം എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാസ്റ്റിംഗ് പ്രോസസ്സിൻ്റെ ഫസ്റ്റ് ഒരു ബ്രേക്ക് ഡൗൺ, നമ്മൾ ആ ഒരു പഴയ കാലഘട്ടത്തിലെ കുറച്ച് കഥകൾ ബ്രേക്ക് ഡൗൺ ചെയ്തു. ഇനി സിനിമയിലോട്ടുള്ള ഒരു സംഭവമുണ്ട്, അത് നമുക്ക് ഓഡീഷൻ എന്ന് പറഞ്ഞ ഒരു സെഗ്മെന്റിൽ നമുക്ക് കവർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ദിനേശ് ചേട്ടാ, ഓഡീഷൻ എന്ന് പറഞ്ഞ സെഗ്മെന്റിലോട്ട് വരികയാണ്. ഒരു ക്യാമറ ദിനേശ് ചേട്ടനെ ഫേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓഡീഷൻ കേൾക്കുമ്പോഴേ പേടിയാണ് നമുക്ക്. ആണല്ലേ? ഇപ്പോഴും പല ക്യാരക്ടേഴ്സിന് ഓഡീഷൻ ചെയ്തു തന്നെ ദിനേശ് ചേട്ടൻ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞ ഈ വെബ് സീരീസിന് 2 വെബ് സീരീസിനും ഓഡീഷൻ ചെയ്തിട്ട് തന്നെയാണ് കിട്ടിയത്. തമിഴിലൊരു സിനിമയിൽ അഭിനയിച്ചപ്പോൾ അവർ ഓഡീഷൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ്, അവരൊക്കെ നമ്മളെക്കുറിച്ച് അങ്ങനെ അറിയില്ലാത്തവർ നമ്മൾ ഓഡീഷൻ ചെയ്തിട്ടല്ലേ എടുക്കുള്ളൂ. ഇപ്പോൾ മലയാളത്തിൽ പോലും അങ്ങനെ ഒരു ക്യാരക്ടർ ഓഡീഷൻ നടത്തണം എന്ന് പറഞ്ഞാൽ ഞാൻ റെഡിയാണ് അതിന് വേണ്ടിയിട്ട്. എനിവേസ്, ബോംബെയിൽ മിമിക്രി സ്റ്റേജ് പരിപാടികൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് തന്നെയാണോ ഈ നമ്മുടെ രാമായണം മഹാഭാരതം പോലത്തെ? രാമായണമല്ല, നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓം നമ ശിവായ, ജയ് ഹനുമാൻ, ജപ് തബ് വ്രത്, പിന്നെ ചന്ദ്രകാന്ത, ഗീതാരഹസ്യ, അങ്ങനെയൊക്കെയുള്ള കുറെ. ജയ് ഹനുമാന്റെ മലയാളത്തിൽ സോൾ ഓഫ് ടിപ്പു സുൽത്താൻ. ഈ വാർ സീൻസ് ഒക്കെ നിങ്ങൾ ഇത്ര പേര് ചേർന്നിട്ട് തന്നെയാണോ ചെയ്തത്? അതെ, ഇപ്പൊ അതാണ് ഞാൻ പറഞ്ഞാൽ ഒരു ഹ്യൂമർ എന്താ വെച്ചാൽ, ഇപ്പൊ ഈ ഓം നമ ശിവായ എന്ന് പറഞ്ഞ സീരിയലിൽ എപ്പോഴും വാർ സീൻ ഉണ്ടാവും. കാരണം ഓം നമ ശിവായ സീരിയൽ ബേസ്ഡ് ദേവ ആൻഡ് അസുര വാറാണ്. അപ്പോൾ ദേവന്മാരും അസുരന്മാരും മിക്കവാറും എപ്പിസോഡിൽ യുദ്ധം ഉണ്ടാവും. അപ്പോൾ ആകെ കൂടി നമ്മളുള്ളത് 4-5 ഡബിങ് ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ ഈ യുദ്ധത്തിൽ എന്ന് പറഞ്ഞാൽ ഫുൾ ക്രൗഡായിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടി വേറെ ക്രൗഡ് ഡബ് ചെയ്യാൻ ആളില്ല അവിടെ. ഇത് ബോംബെയിലാണല്ലോ ഇത് ചെയ്യപ്പെടുന്നത്, ഇവിടെ നാട്ടിലല്ല. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ട്രാക്കിൽ മുഴുവൻ ദേവന്മാരുടെ ശബ്ദം എടുക്കും.
അയ്യോ കൊല്ലല്ലേ, രക്ഷിക്കണേ ഈശ്വര ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് ഇത് കഴിഞ്ഞ് നമ്മൾ തന്നെ അപ്പുറത്തെ ട്രാക്കിൽ പോയിട്ട് കൊല്ലവനെ, വെട്ടവനെ, കുത്തവനെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ അസുരന്മാർ, ദേവന്മാരും നമ്മൾ, അസുരന്മാരും നമ്മൾ. ഇത് ശബ്ദം ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്ത് ഡബ് ചെയ്യും. അപ്പോൾ ഇത് ഫൈനലി കാണുന്നവർക്ക് ഇത് ഒരിക്കലും ഫീൽ ചെയ്യില്ല. അങ്ങനെ ആ സമയത്ത് ഇതിപ്പോൾ ഈവൻ സിനിമയിൽ ഡബ് ചെയ്യുന്ന സമയത്ത് ഏതോ ഒരു ഫിലിമിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഏകദേശം ഒരു 16 or 17 ആളുകൾക്ക് വേണ്ടി ആ സിനിമയിൽ ഡബ് ചെയ്തിട്ടുണ്ട്. പല 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 രൂപത്തിൽ മാറ്റി മാറ്റി മാറ്റി. കാരണം അത് ഞാൻ ചെയ്യാൻ താല്പര്യമുണ്ടായിട്ട് ചെയ്തല്ല, എന്നെ കൊണ്ട് നിർബന്ധിച്ച് അവിടെ ചെയ്യിക്കുന്നതാണ്, അവർക്ക് കൂടുതൽ പൈസ ലാഭിക്കാൻ വേണ്ടിയും. പിന്നെ വേറെ എന്തൊക്കെയോ എക്സ്ക്യൂസ് ഉണ്ടായിരുന്നു. ഒരു ഹിന്ദി ഡയലോഗ്സ് ആയിരുന്നു, അപ്പോൾ എനിക്ക് ഹിന്ദി അറിയാമെന്നുള്ള അഡ്വാൻറ്റേജ് കൊണ്ടൊക്കെയാണ് ഇത് ചെയ്യിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ഇപ്പം പഴയ പടങ്ങളൊക്കെ പലതും ടി വി വരുമ്പോൾ ഞാൻ കാണുമ്പോൾ നോക്കുമ്പോൾ ദൈവമേ ഇതെൻ്റെ ശബ്ദമാണല്ലോ, അയ്യോ ഇതും എൻ്റെ ശബ്ദമാണല്ലോ, അയ്യോ ആ ശബ്ദം തന്നെയാണല്ലോ എന്ന് എനിക്കിങ്ങനെ ഇപ്പോൾ കേൾക്കുമ്പോൾ നമ്മളത് അന്ന് നമുക്കതൊരു വരുമാന മാർഗ്ഗമായിട്ടുണ്ട്, നമ്മളത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇതൊക്കെ ഇരിക്കുമ്പോഴും നാട്ടിൽ വന്നിട്ട് തിരിച്ച് വന്നിട്ട് സിനിമ എന്ന് പറഞ്ഞൊരു സംഭവം ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരു പോയിന്റിൽ ദിനേശേട്ടൻ്റെ കയ്യിൽ ലാൽ ജോസ് സാറിൻ്റെ നമ്പർ ഉണ്ട്, പക്ഷെ ദിനേശേട്ടൻ വിളിക്കാതെ നടന്നിരുന്നൊരു കാലുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല അങ്ങനെയല്ല അത് സംഭവിച്ചത്. എനിക്ക് ലാൽ ജോസിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഞാനും എൻ്റെ വേറൊരു സുഹൃത്തും ചേർന്നിട്ടാണ് നാട്ടിലേക്ക് വരുന്നത്, സോമൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനാണ് ശരിക്കും ലാൽ ജോസിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും കൂടി കൂടിയതാണ്. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരും കോമൺ ഫ്രണ്ടായ ഒരു രാജീവ് എന്ന് പറയുന്ന ആളാണ് റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ബോംബെയിൽ നിന്ന് വന്ന് ലാൽ ജോസ് സാറിനെ കണ്ടു, ഒറ്റപ്പാലത്ത് വീട്ടിൽ പോയി കണ്ടപ്പോൾ പുള്ളി ഞങ്ങൾ രണ്ടുപേരും എടുത്ത് സംസാരിച്ചു. വളരെ നല്ല രീതിക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള ഒരു പരിപാടിയല്ല സിനിമ. നിങ്ങളിപ്പോൾ ബോംബെയിൽ രണ്ടുപേരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജോലികൾ ചെയ്യുന്നു, അത്യാവശ്യം വരുമാനമുണ്ട്, അവിടെ അറിയപ്പെടുന്ന രീതിയിലാണ്. ഇതെല്ലാം വിട്ടിട്ട് നിങ്ങൾ നാട്ടിലേക്ക് വന്നാൽ ഇപ്പം നിങ്ങൾ ഈ വരുന്ന എനിക്ക് സിനിമയിൽ പിടിച്ചിട്ട് പ്രധാനപ്പെട്ട റോളൊന്നും തരാൻ പറ്റില്ല. നിങ്ങൾക്ക് തരാൻ പറ്റിയ എന്തെങ്കിലും ചെറിയ വേഷങ്ങളോ റോളുകളൊക്കെ ആയിരിക്കും, അത് രൂപഭാവത്തിനൊക്കെ പറ്റിയത്. നിങ്ങൾ എത്രത്തോളം അഭിനയിക്കുന്ന പോലും എനിക്കറിയില്ല. എൻ്റെ അടുത്തൊരു പടം വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും അവസരം വന്നാൽ ഞാൻ നിങ്ങളെ വിളിക്കാൻ തീർച്ചയായിട്ടും. അല്ലാതെ നിങ്ങളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ബോംബെയൊക്കെ വിട്ടിട്ട് ഇവിടെ വന്ന് നിന്നാൽ അത് ഒരു അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്ന് കൃത്യമായ കാര്യം പറഞ്ഞു തന്നു. അപ്പോൾ ഞങ്ങളത് മനസ്സിലാക്കി തിരിച്ചു പോകാനുണ്ടായത്. പിന്നെ പുള്ളിയുടെ അടുത്ത പടം കുറേ മാസങ്ങൾക്ക് ശേഷം അനൗൺസ് ചെയ്തപ്പോഴാണ് ഞങ്ങൾ വിളിച്ചത്. അപ്പോൾ പുള്ളി ആദ്യം ചോദിച്ചത് നിങ്ങൾ ഇതുവരെ ഇത് വിട്ടിട്ടില്ല അല്ലേന്ന് ചോദിച്ചു. ഇല്ല വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് വരാൻ പറഞ്ഞു. മീശമാധവൻ എന്ന് പറയുന്ന സിനിമ അതായിരുന്നു. അപ്പോൾ അതിൽ അതെ, മീശമാധവൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം ഓർമ്മ തന്നെ ആ കൃഷ്ണന്റെ പാടാണ്, കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാല കൃഷ്ണനെ ആ പാട്ട്. ആ സംഭവം ഞങ്ങളുടെ ആദ്യം ഷൂട്ട് ചെയ്ത ഒരു സീനും അതൊക്കെ തന്നെയായിരുന്നു. അതും കണി കാണിക്കലൊക്കെ ആയിരുന്നു. അപ്പൊ ലിറ്ററലി ഞാൻ അതാ ഉദ്ദേശിച്ചത്. ദിനേശ് ചേട്ടൻ ഇങ്ങനെ ഒരു കണി കാണിച്ച് ആണ് മലയാളത്തിലുള്ള പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കണി കാണിക്കൽ സീനിലൂടെ ആ സിനിമയിൽ കിട്ടിയ വലിയൊരു ഭാഗ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആദ്യത്തെ സിനിമ ഭയങ്കര സൂപ്പർ ഹിറ്റ് സിനിമയാണ്, അത് വലിയൊരു ഭാഗ്യം. രണ്ട് അത്രയും നല്ലൊരു ക്രൂ, ലാൽ ജോസ് സാറിൻ്റെ ഒപ്പം എസ് കുമാർ ക്യാമറയും, ദിലീപേട്ടൻ, കാവ്യ, അങ്ങനെ ഒരു ഭയങ്കര സ്റ്റാർ കാസ്റ്റ്, ജഗതി ചേട്ടൻ. പിന്നെ അതിൻ്റെയൊക്കെ ഉപരി നമ്മൾക്ക് സീൻ ഒരു 4-5 സീനിലേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ നമുക്ക് ആ ഫുൾ സിനിമയുടെ ഒപ്പം നിൽക്കാനുള്ള ഒരു അവസരം തന്നു ലാൽ ജോസ് സാർ തന്നെ. അപ്പോൾ ആദ്യമായിട്ടുള്ള ഒരു സിനിമയിൽ തന്നെ എന്താണ് ഇവിടെ നടക്കുന്നത് നമുക്ക് പുറമേ നിന്നുള്ള ആഗ്രഹം മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോൾ ക്യാമറ നമുക്കൊന്നും അറിയില്ലല്ലേ, എവിടെ ലൈറ്റ്, എവിടെ മൂവ്മെൻറ്റ്, ഏത് നമ്മൾ വിചാരിച്ചങ്ങ് എല്ലാം മറന്ന് അഭിനയിച്ചാൽ മതി എന്നുള്ളൊരു ആഗ്രഹത്തിലാണ്. അപ്പോൾ സിനിമയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ചില ടെക്നിക്സുകൾ ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഒരു സ്ലോ ലേണിംഗ് പാറ്റേൺ ആണ്. അത് അതിൻ്റെ ആദ്യ പാഠങ്ങൾ കിട്ടിയത് ശരിക്ക് മീശമാധവൻ. ഇന്നത്തെ പോലെ നമ്മൾ ഗൂഗിളിൽ നോക്കി കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. മീശമാധവൻ കഴിഞ്ഞിട്ട് ലൈഫ് എന്തോരം മാറി, അതായത് ആ പിന്നീട് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? ഉടനെ ഇങ്ങനൊരു വലിയൊരു സിനിമയിലാണ്, അത് ഈ പറഞ്ഞ ഹിറ്റ് സിനിമയാണ്, ഇത്രയും ദിവസം ഓടിയ സിനിമയാണ്. അപ്പോൾ ഇത്രയും നാളും ദിനേശ് ചേട്ടൻ സ്വാഭാവികമായിട്ടും സിനിമയ്ക്ക് ട്രൈ ചെയ്യുന്ന ഒരാൾ എന്നുള്ള ഒരു കൂട്ടുകാരുടെ അടുത്തും നാട്ടുകാരുടെ അടുത്തും ഒക്കെ ആ ഒരു ഇതുണ്ട്. മീശമാധവൻ കഴിഞ്ഞ ചേഞ്ച് എന്തായിരുന്നു, മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഇന്ന് വരെ ഇപ്പം ഇത്ര വർഷമായിട്ട് എനിക്കങ്ങനെ ഒരു ഭയങ്കരമായ ചേഞ്ച് ഫീൽ ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ അങ്ങ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും കൂടുതൽ കൂടുതൽ സിനിമകളിൽ അഭിനയിക്കണമെന്നും നല്ല നല്ല വേഷങ്ങൾ ചെയ്യണമെന്നും അങ്ങനെയൊക്കെയാണ് ആഗ്രഹം. മീശമാധവനെ കൊണ്ട് കിട്ടിയൊരു അഡ്വാൻറ്റേജ് കുറേ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ, കുറേ കണക്ഷൻസ് കിട്ടി. അതിലൂടെ ആ മീശമാധവൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ 2ാമത്തെ സിനിമയിലേക്ക് എത്താൻ പറ്റി, ആ സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ 3ാമത്തെ സിനിമയിലേക്ക് എത്താൻ പറ്റി. അപ്പോൾ അങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ഒരു കണക്ഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടി. കുറേ സുഹൃത്ത് ബന്ധങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ, നമ്മളെ താല്പര്യമുള്ള ആളുകളെ കിട്ടി. കാരണം നമുക്ക് ഒരു ആക്ടറാവാൻ വേണ്ടത് ആദ്യം ഇപ്പോൾ ജനങ്ങളുടെ സപ്പോർട്ടല്ല, ആരെങ്കിലും അയാളെ കണ്ടെത്തി പ്രസൻറ്റ് ചെയ്ത് കഴിയുമ്പോഴല്ലേ ജനങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുള്ളൂ. പക്ഷേ അവരെ കറക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ടൊരു ഗ്രൂപ്പ് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അത് ടെക്നിക്കൽ ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, പ്രൊഡ്യൂസർ, ഇപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ അങ്ങനെ കുറച്ച് കണക്ഷൻസ് കിട്ടിയത് കൊണ്ടായിരിക്കും കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇന്നും ഇതേപോലെ നിൽക്കുന്നത്. അതേ കണക്ഷൻസിൻ്റെ പേരിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതെന്ന് കട്ടാവുന്ന അന്ന് ഞാനും ഈ രംഗത്ത് നിന്ന് മറ്റെന്തെങ്കിലും പണി നോക്കി മാറേണ്ടി വരും.
ഇതിനകത്ത് എനിക്ക് ദിനേശിൻ്റെ ചില ക്യാരക്ടേഴ്സും ചില മൂവി എക്സ്പീരിയൻസസുമാണ് നമുക്ക് അണ്ടിൽ നെക്സ്റ്റ് ടൈമിൽ ഫീച്ചർ ചെയ്യേണ്ടത്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിട്ടും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു ക്യാരക്ടേഴ്സ് പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലൂക്കാ ചുപ്പിയിൽ നമുക്കൊരു എക്സാമ്പിൾ ഉണ്ട്, ഓട്ടോറിക്ഷ ബെന്നി ചാക്കോ. അതെ, അതേപോലെ തന്നെ പ്രേമത്തിനകത്തെ ക്യാൻറ്റീൻ ക്യാരക്ടർ, അതായത് പക്കത്തിലൊരു റൂം ഇരിക്കില്ല, അങ്ങനെ ഒരു ബ്രിഡ്ജ് ഇരിക്കില്ല എന്നൊക്കെ ചോദിച്ചിട്ട് പറയുന്നൊരു സംഭവങ്ങൾ. എപ്പോഴെങ്കിലും ഇത് ഒരു മനഃപൂർവ്വം തന്നെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് പിക്ക് ചെയ്തിട്ടുണ്ടോ? എനിക്കിങ്ങനെ എന്നെ ആ ഒരു അച്ചീവ്മെന്റ്സും അത് അടുത്ത സ്റ്റെപ്പിലോട്ട് ഞാൻ പോകുന്നു എന്നുള്ളൊരു സംഭവം പ്ലേസ് ചെയ്യാനായിട്ട്? ഒരിക്കലുമില്ല, എനിക്ക് അങ്ങനെ ക്യാരക്ടർ പിക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം കിട്ടുന്ന അവസരങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് നമ്മളെ കാണുമ്പോൾ നമ്മുടെ രൂപഭാവത്തിനും അല്ലെങ്കിൽ എൻ്റെ ആക്ടിങ് കൊണ്ട് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന ഒന്ന് കഥാപാത്രങ്ങൾക്കാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ ഈ പ്രേമത്തിലെ ക്യാരക്ടറിന് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നോട് മറ്റേ അൽഫോൺസ് കഥ പറഞ്ഞ സമയത്ത് പറഞ്ഞു, ഇവർ സ്കൂളിൽ പോകുന്ന സമയത്ത് ഐസ് ഫ്രൂട്ട് വെക്കുന്ന ലോനപ്പൻ, ഇവർ കോളേജിലെത്തുമ്പോഴത്തേക്കും കുറച്ചും കൂടി വളർന്ന് അവിടെ ക്യാൻറ്റീൻ റെൻറ്റിനെടുത്തിട്ട് നടത്തുന്ന ലോനപ്പനായി. അതിൻ്റെ അടുത്ത സ്റ്റേജിൽ ഇയാളൊരു ഹോട്ടൽ മുതലാളിയാണ്, 3 ഹോട്ടൽസുള്ള. അങ്ങനെ ആ സീൻസ് എല്ലാം എഡിറ്റായി പോയി, ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തേർഡ് പോർഷൻ ഉണ്ട്. തേർഡ് പോർഷനിൽ ഇപ്പോൾ ആ കൂടി സിനിമയിലുള്ളത് ലാസ്റ്റ് പിന്നെ മാരേജിന് ഞാൻ എൻ്റെ വൈഫും 2 കുട്ടികളായിട്ട് വരുന്ന ഒരു ഷോട്ട് ഇപ്പം ഉണ്ട്. പക്ഷെ ആക്ച്വലി സീൻ ഉണ്ടായിരുന്നു. ഇവർ നടത്തുന്ന ബേക്കറിയിൽ ഞാൻ എൻ്റെ പുതിയ ഹോട്ടലിൻ്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ വരുന്നതും, ഞാൻ പോയി കഴിയുമ്പോൾ ഈ നിവിൻ്റെ ക്യാരക്ടർ മറ്റേ സിജുവിൻ്റെ ക്യാരക്ടറിനോട് പറയുന്നുണ്ട്, ലോനപ്പേട്ടനെ അറിയില്ലേ, നമ്മളെ സ്കൂളിൽ പഠിച്ചപ്പോൾ ഐസൂറ്റ് ഇപ്പോൾ 3 ഹോട്ടലും സുന്ദരിയായ ഒരു ഭാര്യയുണ്ട്, അപ്പോൾ ഇവൻ്റെ കല്യാണം നടക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അങ്ങനത്തെ ആ സീനെല്ലാം ഈ ലെങ്ത് കൂടിയപ്പോൾ ഡിലീറ്റ് ആയി പോയി. അപ്പോൾ അൽഫോൺസിനോട് പറഞ്ഞത് ഈ ഇവരുടെ ഒപ്പം തന്നെ 3 കാലഘട്ടത്തിലും സഞ്ചരിക്കുന്ന ഒരു കഥാപാത്രമാണ് നാട്ടിലുള്ള ലോനപ്പൻ എന്ന് പറഞ്ഞു. പക്ഷെ അത് എഡിറ്റിംഗിൽ പോയതുകൊണ്ട് അതാ അപ്പൊ നമ്മുടെ പെർസെപ്ഷനെ തെറ്റി. കാരണം അവിടെ ക്യാരക്ടർ അവിടെ കട്ടായതുകൊണ്ട് പിന്നെ നമ്മൾ അതിന്റെ ഒരു കണക്ഷൻ പലർക്കും കിട്ടിയില്ല. ഇപ്പൊ തന്നെ ട്രോളിൽ പലരും ചോദിക്കുന്നുണ്ട്, ഇയാൾ ഇതിൻ്റെ അകത്ത് 2 റോൾ ചെയ്തതാണോ എന്നൊക്കെ. ഈ മറ്റേ അവിടെ സ്കൂളിൽ ഐസ് വെക്കുന്ന ആൾ തന്നെ ആളറിയാതെ ഇവിടെ താടി വെച്ചിട്ട് വേറെ റോൾ ചെയ്തതാണ്. സത്യത്തിൽ ഈ കഥാപാത്രമാണ് ജേണി ഉണ്ടായിരുന്നു. അപ്പൊ അത് അങ്ങനെ സംഭവിച്ചു. അത് ഞാൻ ചോദിച്ചത് ഇതാണ്, ഈ പറഞ്ഞ ഇപ്പോൾ ഒരു ഡ്രീം ഉണ്ട്, അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, അത് ദിനേശ് ചേട്ടൻ മനഃപൂർവ്വം ചൂസ് ചെയ്തല്ല, പക്ഷെ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് വന്നതാണ് എന്നുള്ള ഒരു സംഭവം പറഞ്ഞു. എനിക്ക് ഉള്ള ക്യാരക്ടേഴ്സ് എല്ലാം വന്ന ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഇപ്പോൾ മലയാള സിനിമയിൽ ഭയങ്കര മൈൽ സ്റ്റോൺ ആയ ക്യാരക്ടറൊന്നും ഞാനിതുവരെ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് തന്നെ തോന്നുന്നു ഞാനൊരു ഭയങ്കര ഗംഭീര കഥാപാത്രം, എനിക്ക് കിട്ടുന്ന എല്ലാ വേഷങ്ങളും ഞാൻ ചെയ്യുകയാണ്. അത് ചെറിയ വേഷങ്ങളായാലും വലിയ വേഷങ്ങളായാലും നെഗറ്റീവാണെന്ന് നോക്കുന്നില്ല, പോസിറ്റീവാണെന്ന് നോക്കുന്നില്ല. ഞാൻ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന 1 മിനിറ്റോ 2 മിനിറ്റോ വരുന്ന ദൈർഘ്യമുള്ള സ്ഥലത്ത് എൻ്റേതായ എന്തെങ്കിലും ഒരു അടയാളം പതിപ്പിക്കാനാണ് ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഓവർഡു ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള സലീം കുമാർ പറഞ്ഞാൽ നോർമലി ഇങ്ങനെ നടക്കുന്നു, ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇതിങ്ങനെ അങ്ങനെ നടക്കാൻ നമുക്ക് പറ്റില്ല. അപ്പം നമ്മൾ ചെന്ന് പോകുന്ന സെറ്റിൽ നമ്മളെ വിശ്വസിച്ച് വിളിച്ചിട്ടുള്ള സംവിധായകൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ റൈറ്റർ നമ്മളുടെ കഥാപാത്രത്തിന് ഡെഫിനിഷൻ ചെയ്യുന്ന രീതിക്കുള്ള ഒരു മാനറിസമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് നല്ല സിനിമ കിട്ടണം, നല്ല സിനിമയിൽ നല്ല വേഷം കിട്ടണം, നല്ല സിനിമയിൽ നല്ല വേഷത്തിൽ നന്നായിട്ട് അഭിനയിക്കാൻ പറ്റണം, നല്ല സിനിമയിൽ നല്ല വേഷത്തിൽ നന്നായിട്ട് അഭിനയിച്ച സിനിമ കറക്റ്റ് സമയത്ത് പുറത്തിറങ്ങണം, ഹിറ്റാവണം. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് നടന്നാലാണ് ഒരു ആക്ടർ അവിടെ ശ്രദ്ധിക്കപ്പെടുന്നത്, ഒരു സ്റ്റാർ അവിടെ ഗുണമാവുന്നത്. ഇപ്പം എനിക്ക് ആരും കാണാത്ത ഒരു പടത്തിൽ നായകനായിട്ട് വേഷം കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ഇനി നല്ലൊരു പടത്തിൽ കിട്ടിയ വേഷം ഞാൻ മോശമായിട്ട് അഭിനയിച്ചാലും പോയി. ഇനി നല്ലൊരു പടത്തിൽ നല്ല വേഷം അഭിനയിച്ചത് പടം ഇറങ്ങി പൊളിഞ്ഞു പോയാലും അപ്പോഴും പോയി. ഇത് പല ഘടകങ്ങളാണ് ഇതിന്. ഒരു വെള്ളിയാഴ്ച പടം പുറത്തു വരുന്ന സമയത്ത് ഇത്രയും ഘടകങ്ങൾ ഒരുമിച്ച് അനുകൂലമായി വരുമ്പോഴാണ് ഒരു സ്റ്റാർ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ നമ്മൾ പറയുന്ന സക്സസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അപ്പോൾ സക്സസ് അതിലോട്ടാണ് വന്നത്. അതായത് എങ്ങനെയാണ് ദിനേശ് ചേട്ടൻ അപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിലെ സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നത്? ഇപ്പോൾ നമുക്ക് ഒരാൾ 18 വർഷം സസ്റ്റെയിൻ ചെയ്തും പോവാം, ഇമ്പാക്ട് ഉണ്ടാക്കിയും പോകാം. ഇപ്പൊ നമ്മൾ 4 വർഷം നിന്നാലും നമ്മളൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിളാണ് ജയൻ. 6 വർഷം എന്താണ് സിനിമയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ജയൻ എന്ന് പറയുന്ന ഒരാൾ ഇന്നും ഒരു സൂപ്പർ സ്റ്റാർ പദവിയുടെ നമ്മളെ മനസ്സിൽ നിൽക്കുകയാണ്. അത്രയും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടാണ് ആ വ്യക്തി പോയത്. അപ്പോൾ ചിലപ്പോൾ അന്ന് മുതൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഇന്നും ഉണ്ടാവും, പക്ഷെ അവർക്ക് അങ്ങനെ ചിലപ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഞാൻ രണ്ടിൻ്റെ ഇടയിലൂടെയും എൻ്റെ ചുറ്റുമുള്ള ആളുകളോടൊപ്പം സൗഹൃദം കാത്തു സൂക്ഷിച്ചും ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചും എങ്ങനെയൊക്കെ തട്ടിത്തടഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെയ്ത ഗംഭീര കഥാപാത്രങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇനി വരാനിരിക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അങ്ങനത്തെ കഥാപാത്രങ്ങൾ വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 100 സിനിമകളിൽ അദ്ദേഹം ഇപ്പോൾ അഭിനയിച്ചു കഴിഞ്ഞു, ചെറുതും വലുതൊക്കെ ആയിട്ട്. ഇതര ഭാഷകളിലും അഭിനയിച്ചു. അതൊക്കെ തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മളിവിടുന്ന് ഈ പെരുമ്പാവൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്ന് അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രം നേടി ഇങ്ങനെ ആഗ്രഹിച്ച് വേറെ ഒരു സപ്പോർട്ടോ ബാക്ക്ഡ്രോപ്പോ ഒന്നും ഇല്ലാതെ ഈ രംഗത്ത് എത്തുകയും ഇത്രയും വർഷം ഈ രംഗത്ത് ഇത്രയും കോമ്പറ്റീഷനുള്ള ഓരോ ദിവസവും പുതിയ പുതിയ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ആക്ടേഴ്സും ഡയറക്ടേഴ്സും റൈറ്റേഴ്സും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ 10ാം ക്ലാസ് എഴുതിയതിന് ശേഷം കോടിക്കണക്കിന് ആൾക്കാർ 10ാം ക്ലാസ് എഴുതി. അപ്പോൾ അവരും നമ്മുടെ പിന്നാലെ വരുന്നുണ്ട്.
ഇതെല്ലാം ഒരു പിന്നാലെ വരുന്നവർക്ക് വഴിതെളിച്ച് പോകുന്നതാണല്ലോ നമ്മുടെ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ സിനിമയൊക്കെ അങ്ങനെ ഉണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ മാതിരി ആളുകളുടെ മനസ്സിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചലനം സൃഷ്ടിക്കാൻ സാധിച്ചാൽ ആ ആക്ടർ അവിടെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ അയാൾ വ്യക്തിബന്ധങ്ങളും സിനിമാ ബന്ധങ്ങളും കാത്തു സൂക്ഷിച്ചാൽ അയാൾക്ക് അവസരങ്ങളും ഉണ്ടാവും. പക്ഷേ ലൂക്ക ചുപ്പി എന്ന് പറയുന്ന ആ ക്യാരക്ടറിന് ഒരു വളരെയധികം സബ്സ്റ്റൻസ് ഉള്ള ക്യാരക്ടറായിട്ട് തോന്നി. പക്ഷേ എന്തുകൊണ്ടോ ആ സിനിമ ക്രിട്ടിക്കലി അക്ലെയിംഡ് ആയിരുന്നു, ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു. അത് എപ്പോഴെങ്കിലും ദിനേശ് ചേട്ടനെ ഒന്ന് നമുക്ക് നല്ല വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം അത് ഒരു പക്ഷേ അത് റിലീസ് ചെയ്ത ടൈമിൻ്റെ ഒക്കെ ഒരു പ്രോബ്ലം ആയിരിക്കും. അത് ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന പടത്തിനൊപ്പമാണ് ഇത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പടമാണ് ഇറങ്ങുന്നത്. അന്ന് മലയാളത്തിൽ ഇത്രയും റിയലിസ്റ്റിക് പടങ്ങൾ ഇറങ്ങി തുടങ്ങിയിട്ടില്ല. ഒരു ഞാൻ പറഞ്ഞ പണ്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡിൽ ഒരു പക്ഷേ മഹേഷിൻ്റെ പ്രതികാരമൊക്കെ മുതലാണ് ആളുകൾ ആ ട്രാക്കിലേക്ക് വീണത്. അതിനും മുമ്പ് വന്ന സിനിമയായി പോയത്. അപ്പോൾ ആ സമയത്ത് സിങ് സൗണ്ടൊക്കെ വെച്ചിട്ട് റസൂൽ പൂക്കുട്ടിയാണ് അതിൻ്റെ സൗണ്ട് ചെയ്തത്. സിങ് സൗണ്ടൊക്കെ വെച്ചിട്ട് വളരെ നാച്ചുറലായിട്ട് നമ്മൾ പേരുന്ന് സംസാരിക്കുന്ന പോലെയാണ് അതിലെ കോൺവെർസേഷൻസ്. അങ്ങനെ ഒരു റിയലിസ്റ്റിക് സിനിമ വന്നപ്പോൾ പെട്ടെന്ന് അത് കിട്ടിയില്ല. പക്ഷേ അത് ഒന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് ആളുകൾക്ക് ഇത് കിട്ടിയത്. അപ്പോൾ ഇത് ഭയങ്കര ഹിറ്റായി. ഇപ്പോഴും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോഴും പല ഗ്രൂപ്പുകളിലും അത് ചർച്ചയ്ക്ക് വരുന്നു. അപ്പോൾ എനിക്ക് ഇന്ത്യക്ക് പുറത്തൊക്കെ സഞ്ചരിക്കുന്ന ദുബായിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് എന്നോട് പറയുന്നത് ഈ സിനിമയെ കുറിച്ചിട്ടാണ്. ബാച്ചിലേഴ്സും അവർക്കൊക്കെ അവരുടെ ഒരു ഭയങ്കര ഓർമ്മകളാണ് ഈ പടം കാണുമ്പോൾ. അവരുടെ കോളേജ് ലൈഫും അവരുടെ ഒരു ഫ്രണ്ട്സിനെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ ഒരു ഫീലും ഗെറ്റ് ടുഗദറും എല്ലാം വളരെ നാച്ചുറലായിട്ട് ഫ്ലാഷ് ബാക്കുകളൊന്നും ഇല്ലാതെ പറഞ്ഞൊരു സിനിമയായിരുന്നു അത്. അപ്പോൾ അത് അങ്ങനെ അത്ര വിജയിക്കാതെ പോയതിൽ ഭയങ്കര വിഷമമുണ്ട്. കാരണം അത് അന്ന് വിജയിച്ചിരുന്നെങ്കിൽ പോലും പക്ഷേ നമ്മുടെ ആക്ടിങ് കരിയർ പോലും വേറെ തിരിഞ്ഞു വന്നേനെ. കറക്റ്റ്. അപ്പോൾ ഈ ലൂക്ക ചുപ്പി 2-നെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിപ്പോഴും ലൂക്ക ചുപ്പി 2 പ്ലാനിങ്ങിലുണ്ട്. അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് വർക്ക് ഒരു റൗണ്ടൊക്കെ കഴിഞ്ഞു. അതിപ്പോൾ ഈ പറഞ്ഞ മാതിരി ആ ആക്ടേഴ്സിൻ്റെ എല്ലാം അവൈലബിലിറ്റി ഒരുമിച്ച് കിട്ടുന്ന ഒരു സമയത്തിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റുമായിട്ട് ഡയറക്ടർ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ജേണിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്ത ഒരു കാര്യമാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ദിനേശ് ചേട്ടൻ്റെ കൂടെ തന്നെ മിമിക്രിയും ഇതേപോലെ തന്നെ കോമഡിയും ഒക്കെ ചെയ്തു വന്ന ആക്ടേഴ്സ് കുറച്ചും കൂടിയും ഇമ്പോർട്ടൻ്റ് റോളായിട്ടുള്ള സിനിമയിൽ ദിനേശ് ചേട്ടനും ഇപ്പോൾ ടിനി ചേട്ടൻ പോലെയുള്ള ആൾക്കാർ നിൽക്കുമ്പോൾ നമ്മുടെ പെർഫോമൻസ് അവരെ വേണ്ട, അല്ലെങ്കിൽ അവർ നമുക്ക് ഈ സിനിമയിൽ വേണ്ട എന്ന് ADസിനോട് പറഞ്ഞ ഇൻസ്റ്റൻസസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും ഈഗോയിസ്റ്റിക്കും കോംപ്ലക്സുകളും എങ്ങനെയാണ് ദിനേശ് ചേട്ടൻ ടാക്കിൾ ചെയ്തിട്ടുള്ളത് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ? അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് ആ ഡിസിഷൻ എടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതെന്ന് നമുക്കറിയില്ല. അത് പലതരം സിറ്റുവേഷനും ഉണ്ടാവാം. ചിലപ്പോൾ ഒരു ഇൻഫീരിയറിറ്റി പ്രൊഫഷൻ കൊണ്ടായിരിക്കാം. അതായത് ഇയാൾ നമ്മളെക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്താലോ അങ്ങനെയാവാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം വേറെ ഒരാളെ അവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാവാം. അല്ലെങ്കിൽ സ്വതസിദ്ധമായ അസൂയ കൊണ്ടാവാം, എന്തും ആവാം. അപ്പം നമ്മൾ അതിന് അങ്ങനെയുള്ള ഇൻസിഡൻസ് ഒക്കെ ധാരാളം നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് ബോധർ ചെയ്യുകയോ അതിൻ്റെ കാര്യകാരണങ്ങൾ അന്വേഷിച്ച് പോവുകയോ അതിന് റിയാക്ട് ചെയ്യാൻ പോവുകയോ അങ്ങനെയൊക്കെ ചെയ്താലാണ് പിന്നെ അതൊരു ഇഷ്യൂസായി മാറുന്നത്. നമ്മൾ നൈസായിട്ട് അത് അതിൻ്റെ ഒരു സിമ്പിൾ വേയിൽ പറയുകയാണെങ്കിൽ അത് നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നേ നമ്മൾ ചിന്തിക്കേണ്ടേ. നമ്മളതിന് ഫൈറ്റ് ബാക്ക് ചെയ്യാൻ പോയ ഒരു ഇൻഡസ്ട്രിയിലൊന്നും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല. അപ്പോൾ ഞാനതിനെ സൗഹൃദപരമായിട്ട് തന്നെ കാണുന്നത്. അത് പോയാൽ മറ്റൊന്നും വരും. ദിനേശ് ചേട്ടൻ ഇപ്പോഴും ഡയറക്ടേഴ്സിനൊക്കെ മീറ്റ് ചെയ്യുന്ന സമയത്ത്, സിനിമകളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് do you sell yourself as an I am excited to do അങ്ങനെ പറയാറുണ്ട്? ഇതുവരെ അതങ്ങനെ ചെയ്യാറില്ല. അത് ഒരു പക്ഷേ എൻ്റെ ഒരു എന്താ പറയുക വീക്ക് പോയിന്റ് ആയിരിക്കാം. അതായത് അങ്ങനെ ചോദിക്കാനും ഫോൺ ചെയ്തിട്ട് ചാൻസ് ചോദിക്കാനും ഉള്ളൊരു എന്തോ പണ്ട്. പക്ഷേ എല്ലാവരും കാണുമ്പോൾ നന്നായി സംസാരിക്കാറുണ്ട്, പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് തോന്നട്ടെ എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. കാരണം ഞാനിപ്പോൾ എന്നെ അവരുടെ മുമ്പിൽ സെല്ല് ചെയ്തിട്ട് അവരെന്നെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. ശരിക്കും അവർക്ക് തോന്നുകയാണ് എനിക്ക് അല്ലെങ്കിൽ ഈ ക്യാരക്ടർ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നി അവർ തീർച്ചയായും വിളിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ഓക്കെ. ഈ സ്റ്റീരിയോ ടൈപ്പ് ആവുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ദിനേശ് ചേട്ടൻ കഥാപാത്രങ്ങളിലല്ല, പക്ഷേ ഒരു സൈഡ് റോൾ എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ സ്റ്റീരിയോ ടൈപ്ഡ് ആയിട്ടുണ്ടെന്ന് പലപ്പോഴും. കാരണം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ്, ചെറിയ റോളുകളാണ് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ പറഞ്ഞ പോലെ സിനിമയുടെ ഒരു ട്രാക്കായിട്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. ഇതിപ്പോൾ ഒരാളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ആക്ടർ ഇപ്പോൾ ഒരു പോലീസ് വേഷത്തിൽ ഏതെങ്കിലും റോള് സക്സസ് ആവുകയാണെങ്കിൽ കുറേ കാലം കണ്ടിന്യൂസ് അദ്ദേഹത്തിനെ കൊണ്ട് പോലീസ് വേഷങ്ങൾ ചെയ്യിക്കുക, അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട്. അതേപോലെ സൈഡ് വേഷങ്ങൾ വരുന്നവർ എപ്പോഴും മറ്റൊരു സിനിമയുടെ കാസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് ആ സൈഡ് വേഷങ്ങളിലേക്ക് പ്രിഫർ ചെയ്യുന്നുള്ളൂ. ഒരിക്കലും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഒരു സുഹൃത്തോ നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളോ നമ്മുടെ ഒരു ഡയറക്ടറോ അതിനൊരു ചേഞ്ച് ഒരു സ്ഥലത്ത് ഒരു വഴിത്തിരിവ് ഉണ്ടാക്കണം. അങ്ങനെ വഴിത്തിരിവ് ഉണ്ടായിട്ടുള്ള പല ആക്ടേഴ്സും ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജോർജിൻ്റെ നമുക്കറിയാം, ഷാജോൻ്റെ നമുക്കറിയാം. ഇവരൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു വഴിത്തിരിവ് വരുമ്പോഴാണ് അവർ വേറെ തലത്തിലേക്ക് അവരുടെ ആക്ടിങ് വരുന്നത്. അങ്ങനെ ഒരു പക്ഷേ ഉണ്ടായേക്കാം. ഞാനത് പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരു ഡൈവേർഷൻ ഉണ്ടാവട്ടെ എന്നുള്ളത്. അപ്പോൾ ഞാൻ സൈഡ് റോൾസിൽ ഒരിക്കലും നിരാശനല്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ എനിക്ക് കിട്ടുന്ന റോളുകളിൽ എൻ്റേതായ എന്തെങ്കിലും രീതിയിൽ
ഒരു ഇത് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത്. പക്ഷേ നിരന്തരമായിട്ട് എന്നെ ഇങ്ങനത്തെ റോളുകളിലേക്കാണ് വിളിക്കപ്പെടുന്നത്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ലൈക്ക് സൈഡ് റോളിന് വേണ്ടി ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒരേതരം റോളുകളിൽ ചെയ്യപ്പെട്ടിട്ടില്ല. അതാണ് ഞാൻ ആദ്യ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. എനിവേസ്, അപ്പോൾ ഞാനും അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അതായത് ഈ പറഞ്ഞ ഒരു ദിനേശ് ചേട്ടൻ എന്നുള്ള ടാലന്റ് എനിക്ക് തോന്നുന്നില്ല മലയാളം 100% കണ്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ അപ്കമിങ് ആയിട്ട് ദിനേശ് ചേട്ടൻ്റെ സൈഡിൽ നിന്ന് വരുന്ന എക്സൈറ്റിംഗ് പ്രോജക്ട്സ് ഏതൊക്കെയാണ്? അങ്ങനെ എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ എല്ലാം എക്സൈറ്റഡ് ആണുള്ള പ്രോജക്റ്റ്. ആകെ വളരെ ചുരുക്കം പ്രോജക്ട്സ് ഉള്ളൂ. ഓക്കെ. മലയാളത്തിൽ 2019 ചെയ്ത ഒരേ ഒരു പടം എന്ന് പറഞ്ഞാൽ മാലിക്. എനിക്ക് ഭയങ്കര എൻ്റെ റോളിനെ കുറിച്ചല്ല, പടത്തിനെ കുറിച്ചിട്ട് എനിക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. 12 മിനിറ്റിന്റെ ഷോട്ടും ഫഹദും വിനയ് ഫോർട്ടും ജോജുവും ദിലീഷ് പോത്തനും ഒത്തിരി വലിയ ആർട്ടിസ്റ്റും അതിലൊക്കെ ഉപരി മഹേഷ് നാരായണനും സനു വർഗീസ് എന്ന് പറഞ്ഞ ഒരു ക്യാമറമാനും കൂടി ഒരുക്കിയിട്ടുള്ളൊരു വിഷ്വൽ ട്രീറ്റ് ഭയങ്കരമാണ്. ഒരു വലിയ ക്യാൻവാസിലുള്ള ഒരു സിനിമയാണ്. കഫേയിൽ അന്നിരുന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. ഇമോഷൻസിന്റെ ഒരു പെരുമഴയാണ് ആ പടം. അത് ഞങ്ങൾക്കൊക്കെ ഒരു ഏകദേശം ഒരു 25 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള 4 ഗെറ്റപ്പുകളുണ്ട്. 1-2 ലുക്സ് ഞാൻ കണ്ടു, അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ കഥാപാത്രം പടത്തിൽ ഉള്ള ഒരു കഥാപാത്രം അത്യാവശ്യമുള്ള. ഞാൻ പറഞ്ഞു എനിക്ക് ആ പടത്തെക്കുറിച്ചിട്ട് ഭയങ്കര ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായത് ഭയങ്കര സന്തോഷമുണ്ട് മഹേഷിനും. പ്രത്യേകിച്ച് മഹേഷ് നാരായണൻ ഇപ്പോൾ മലയാളത്തിലെ ഏറ്റവും ഹൈ റേറ്റിംഗിൽ നിൽക്കുന്ന ഒരു ഡയറക്ടറാണ്. ടെക്നിക്കലിയും വിഷ്വലിയും കൊമേഴ്ഷ്യലും ഒക്കെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടറാണ്. അപ്പോൾ മാലിക്കാണ് മലയാളത്തിലെ ഏക പ്രോജക്റ്റ്. അതിന് ശേഷം ഒരു പ്രോജക്റ്റിലേക്കും ഇതുവരെ കമ്മിറ്റഡ് ആയിട്ടില്ല. പിന്നെയുള്ളത് ഈ പറഞ്ഞ ആമസോൺ പ്രൈമിൻ്റെ വെബ് സീരീസ് ഡോങ്ക്രി ടു ദുബായ്. അതൊരു ഓൾമോസ്റ്റ് 70% ഷൂട്ടിംഗ് കഴിഞ്ഞു. പക്ഷേ ഈ കൊറോണ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ഇനി ഈ വർഷം അവസാനം എൻ്റെ ബാലൻസ് ഷൂട്ടുള്ളൂ. ബൈ നെക്സ്റ്റ് ഇയർ മിഡ് കഴിയുമ്പോഴേ അത് റിലീസ് ആവുള്ളൂ. പിന്നെ അതായത് മലയാളവും ഹിന്ദിയും കഴിഞ്ഞ് തമിഴിലൊരു പ്രോജക്റ്റ് ഓൺ ഗോയിങ് ഉണ്ട്. അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. എനിക്കും ഭയങ്കര പ്രതീക്ഷയുള്ള പ്രൊജക്റ്റാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് അജിത് കുമാർ, തല അജിത്ത് എന്ന് പറയുന്ന അജിത്തിൻ്റെ ഒപ്പമുള്ള പ്രോജക്റ്റാണ്. വലിമൈ എന്നാണ് പടത്തിൻ്റെ പേര്. ബോണി കപൂറിൻ്റെ പ്രൊഡക്ഷൻ. എച്ച് വിനോദ് എന്ന് പറയുന്ന തീരൻ, ചതുരംഗവേട്ടയൊക്കെ ചെയ്ത ഡയറക്ടർ. അപ്പോൾ അതും ഒരു ബിഗ് പ്രോജക്റ്റാണ്. അതിലും അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. അതിൻ്റെയും കുറച്ച് ഷൂട്ടിംഗ് ബാക്കിയുണ്ട്. അതും ഈ കുറച്ച് ക്രൗഡഡ് ഒക്കെ ആയിട്ടുള്ള പടമായതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുക. അതും ഈ വർഷം ഇപ്പോൾ ഒരു ഡിസംബറൊക്കെ ആകുമ്പോൾ തുടങ്ങുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 പ്രതീക്ഷകളാണുള്ളത്. ഒരു മലയാളം, ഒരു തമിഴ്, ഒരു ഹിന്ദി. അതായത് വല്ലെന്ന് പോയാലും കുളത്തിന്ന് പോലും അവിടെ തമിഴിലൊരു പടം ഒക്കെ ആയാലും ചിലപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ജോലി കിട്ടിയാലോ. അതെ, ഓഫ് കോഴ്സ് മലയാളമാണല്ലോ നമ്മുടെ എന്താ പറയുക മാതൃഭാഷയും ഏറ്റവും കൂടുതൽ നമ്മളെ ആളുകളെ അറിയണമെന്നും അംഗീകരിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്വന്തം നാട്ടിലാണല്ലോ എപ്പോഴും. അപ്പോൾ ദിനേശ് ചേട്ടാ, നമ്മൾ ഈ ജേർണിയിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ കാസ്റ്റിംഗ് പ്രോസസ്സ് ആണെങ്കിൽ ഒരു ബ്രേക്ക് ഡൗണും ഒരു ഓഡീഷനും ഒരു കോൾ ബാക്കും ഒക്കെ നമ്മൾ വിസിറ്റ് ചെയ്തു ദിനേശ് ചേട്ടൻ്റെ ലൈഫ് വെച്ചിട്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ദിനേശ് ചേട്ടനെ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് പറഞ്ഞാണ്. എല്ലാ കാര്യത്തിലും ദിനേശ് ചേട്ടൻ്റെ പ്രസൻസ് ഉണ്ട്. പക്ഷേ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവസാനം മാസ്റ്റർ ഓഫ് നൺ എന്നാണ്, ഒന്നിൻ്റെയും മാസ്റ്റർ ആണ്. പക്ഷേ ദിനേശ് ചേട്ടൻ മാസ്റ്റർ ഓഫ് പെർസിവറൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് വിട്ടുകൊടുക്കാതെ തുടർച്ചയോടെ ആ എഫേർട്ട് ഇട്ട് പോകുന്ന ഒരു സംഭവമുണ്ട്. അതുകൊണ്ട് ഞാൻ ദിനേശ് ചേട്ടനെ കുറിച്ച് എൻ്റെ കോൺസെപ്റ്റ് ഞാൻ ഇങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്: യു ആർ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ആൻഡ് മാസ്റ്റർ ഓഫ് പെർസിവറൻസ്. അതുകൊണ്ട് തന്നെ യു ആർ മാസ്റ്റർ ഓഫ് ഓൾ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഓൺ അൺടിൽ നെക്സ്റ്റ് ടൈം. ഈ പോയിന്റിൽ എനിക്ക് ദിനേശ് ചേട്ടൻ ഒരു സ്പെഷ്യൽ ഹാമ്പർ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് എ പെയിന്റിംഗ്. പലതരം ഇന്റർവ്യൂസിൽ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂ എക്സ്പീരിയൻസും ആദ്യമായിട്ടാണ് സാധനം. ഓക്കെ, അണ്ടിൽ നെക്സ്റ്റ് ടൈം വിത്ത് ഹൃഷി. ഓക്കെ, അതെ, ഇത് ശരൺ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റാണ് വരച്ചിട്ടുള്ളത്. നൈസ്. യെസ്. പിന്നെ ദിനേശ് ചേട്ടന് കുറച്ചൊരു ബഞ്ച് ഓഫ് ഗിഫ്റ്റ്സ്. അപ്പോൾ ദിനേശ് ചേട്ടാ, താങ്ക് യു ഫോർ ബീയിങ് അവർ കോൺസെപ്റ്റ്. ഞാനും നീത്തുവും നമ്മുടെ എൻറ്റയർ ടീമും ആർട്ട്ഷിപ്പ് ക്രിയേറ്റീവ്സ് ടീം നമ്മൾ ദിനേശ് ചേട്ടനെ പഠിച്ചു. സത്യം പറഞ്ഞാൽ ഈ ഒരു എക്സ്പീരിയൻസിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ അടുത്ത് അറിയാം. ഇപ്പം ഞങ്ങളുടെ സ്വന്തം ബ്രദറാണ്. ഇതുപോലത്തെ ഒരു ഇൻ്റർവ്യൂ ഇതിന് മുമ്പും സംഭവിച്ചിട്ടുള്ള, ഇതിന് ശേഷവും സംഭവിക്കാൻ പോകുന്നില്ല. ഇതാണ് ഇൻ്റർവ്യൂ, കൃഷിയായിട്ടുള്ള ഇൻ്റർവ്യൂ. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് കോൺസെപ്റ്റ് ടു. അൺടിൽ നെക്സ്റ്റ് ടൈം.